ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന്. 5 ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് സോർഡ്സ്, 10 of swords, veiled, 8 of pentacles. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒരു 5 ഓഫ് പെന്റക്കിൾസും ഒരു നൈറ്റ് ഓഫ് സോർഡ്സുമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് വളരെ നാളുകളായിട്ട് നിങ്ങൾ ഒരുപാട് വെല്ലുവിളികളിലൂടെ പോകുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എന്തോ ഒരു കുറവ് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഒരു ജോബ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അതിലൂടെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. അതല്ലാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. അതായത് ആവശ്യത്തിന് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ഒരവസ്ഥയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു കുറവ് അനുഭവിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഈ ഒരു സമയം വരെ പോയതായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു ഓഗസ്റ്റ് മാസത്തോടു കൂടി അതിനൊക്കെ ഒരു ചലനം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് വേഗത്തിൽ ചില മാറ്റങ്ങൾ ഇവിടെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗത്തിൽ സംഭവിക്കുന്നു. അതുകൂടാതെ ഇവിടെ എന്തോ ഒരു കാര്യം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിന്നു പോയൊരവസ്ഥ കാണിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിന്നു പോയതായിരിക്കാം. അതല്ലാന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ അതിനൊക്കെ ഒരു ചലനം ഉണ്ടാകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിങ്ങൾ വളരെ കാലമായി ആരുടെയെങ്കിലും ഒരു കോൾ ആഗ്രഹിച്ച ഒരു ഫോൺ കോൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു ഫോൺ കോൾ ഈ ഒരു ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കാര്യങ്ങൾ ഒരു പഠനമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ജോബുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒക്കെ നിന്ന് പോയൊരവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പെട്ടെന്നൊരു ചലനം ഈ ഒരു മാസം സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിന്ന് പോയ സ്ഥലത്തു നിന്നും നിങ്ങൾ മുന്നോട്ട് വേഗത്തിൽ പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്കൊരു 10 ഓഫ് സോർഡ്സ് കിട്ടുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു അവസാനം എന്ന് പറയുമ്പോൾ കുറച്ച് ചിലപ്പോൾ നിങ്ങൾക്കൊരു വേദന തരുന്നതായിരിക്കാം. എങ്കിൽ പോലും അതിൽ നിന്നും പുതിയൊരു അധ്യായത്തിലോട്ട് നിങ്ങൾ പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ചിലതൊക്കെ നിങ്ങൾ വിട്ടിട്ട് പുതിയൊരു കാര്യത്തിലോട്ട് നിങ്ങൾ പ്രവേശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് വേദനയോടുകൂടി നിങ്ങൾ തുടക്ക സമയം കുറച്ച് വേദനയാണെങ്കിൽ പോലും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതൊരു സമാധാനം അതല്ലെങ്കിൽ ഒരു ശാന്തിയൊക്കെ കൊണ്ടുവരും. അതായത് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടും പുതിയൊരു ദിശയിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്കൊരു വേൾഡ് കിട്ടിയിട്ടുണ്ട്. ഇത് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ നോക്കി കാണുമെന്നുള്ളൊരു മെസ്സേജാണ്. അതായത് ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റൊരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ നോക്കി കാണുകയും ഒരു പുതിയ രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന എനർജി കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു യാത്രയൊക്കെ നടക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും പുറത്തോട്ടൊക്കെ പോയി വിദേശത്തോട്ടൊക്കെ പോയി ജോബ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതല്ലെങ്കിൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഓഗസ്റ്റ് മാസം ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്ര കാണിക്കുന്നുണ്ട്. ഒരു ആഗ്രഹം സഫലമാകുന്ന ഒരു എനർജി. അതായത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. എങ്കിൽ പോലും ഒരു അവസാനത്തിലോട്ട് പോകുന്ന നിമിഷങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു 8 ഓഫ് പെന്റക്കിൾസ് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ നിരാശപ്പെട്ടു പോകാതെ മുന്നോട്ട് പോകുക, പരിശ്രമിക്കുക. പരിശ്രമത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നത്. പല വ്യക്തികളും ഇവിടെ നിരാശപ്പെട്ടു പോയ ഒരവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥകളിൽ കുടുങ്ങി നിൽക്കാതെ പരിശ്രമിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓഗസ്റ്റ് മാസം ഇത്രയും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നിന്നുപോയ കാര്യങ്ങളൊക്കെ വീണ്ടും മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുകൂടാതെ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
അതുകൂടാതെ നിങ്ങൾ ഒരുപാട് പേർ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചില വ്യക്തികളുടെയൊക്കെ ഒരു സംസാരമോ അതല്ലെങ്കിൽ ഒരു ഫോൺ കോളോ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികളെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതായത് ആഗ്രഹിച്ച കാര്യം ആ ഒരു കാര്യം നിറവേറുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ഓഗസ്റ്റ് മാസമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നെഗറ്റീവിനെ ജീവിതത്തിൽ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അപ്പോൾ ഇതാണ് കിട്ടിയ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.